കുത്തബ് മിനാറോട് കൂടെ നമ്മുടെ ഡൽഹി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് എൻട്രി ചെയ്യാനുള്ള എൻട്രി കോയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. ഒടുക്കത്തെ വെയിലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നു. അവിടെ പോയപ്പോഴത്തേനും കുത്തബ് മിനാർ കാണേണ്ട പൂതിയൊക്കെ എൻ്റെ മാറി എന്നുള്ള അവസ്ഥയായി. മാത്രമല്ല ലാസ്റ്റ് വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ നല്ല ടയേർഡാവുകയും ചെയ്തു. ഫോണിലെ ചാർജ് കഴിഞ്ഞു. അങ്ങനെ ആകെ മൊത്തം ഒരു ഇത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ബിൽഡിംഗ് എങ്ങനെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയെന്നാണ്. മാത്രമല്ല പകുതിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെന്ന് ഒരുപാടുണ്ട്. നടന്ന് കാണാനും ഉണ്ട് കുറേ. ഇവിടെയുള്ള ഓരോ തുണിയും തുരുമ്പിനും 800 വർഷം പഴക്കമുണ്ട് ഇത്ര. എന്തായാലും ഡൽഹി സുൽത്താൻമാർ അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് ആരും ഉള്ളിലേക്കൊന്നും പോയില്ല കേട്ടോ. ഇവിടെ തന്നെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. എന്തായാലും ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയപ്പോഴത്തേന് ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അതാണ് ഇവൻ. ഞങ്ങളവിടെ എത്തിയ ചുരുക്ക സമയം കൊണ്ട് തന്നെ അവിടെ ഒരു 7-8 ഫ്ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനാറിൻ്റെ തൊട്ടടുത്താണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണതും തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കുത്തബ് മിനാറിൻ്റെ മുകളിൽ കൂടെയാണ് പോണത്. അതൊരു പ്രത്യേക കൗതുകം തന്നു കേട്ടോ. ഞങ്ങൾ ഒരെണ്ണത്തിന് വേഗം വീഡിയോയിൽ പെടുത്താൻ പറഞ്ഞ വീഡിയോ കിട്ടിയില്ല. പക്ഷേ മുഴുവൻ പാസ്സാവണതിൻ്റെ മുന്നേ ഒരു ക്ലിക്ക് കിട്ടി. ആ ഫോട്ടോ കിട്ടിയോടുകൂടെ കുത്തബ് മിനാറിലെ കാഴ്ച കഴിഞ്ഞു. കാരണം ഫോൺ ഓഫായി. ഇനി കാണാൻ പിന്നെ ഒരു ദിവസം പോവാം. ഇനി ഫോട്ടോ എടുക്കണമെന്ന് ഏട്ടൻ ചോദിച്ചത് എനിക്ക് അല്ലാണ്ട് അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ പിണക്കൊക്കെ കഴിഞ്ഞ് പിന്നെ മിണ്ടി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഒന്ന് തെറ്റിയില്ലേ ഞങ്ങൾക്ക് സമാധാനമാവില്ലേ. അപ്പോൾ ബാക്കി വിശേഷം നെക്സ്റ്റ് പാർട്ടിൽ. ബൈ.